ഒരു 6000 RPM ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഫുഡ് പെക്സിലേക്ക് അറിയുന്നുണ്ട്. ആവറേജ് മൈലേജ് കാണിക്കുന്നത് 30 km/ലിറ്റർ ആണ്. സമയം രാവിലെ 6:30. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണഗിരിയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഞാനൊരു 6 മണിക്ക് ഇറങ്ങിയതാണ്. നല്ല തണുപ്പ്, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് പതുക്കെയാണ് പോകുന്നത്. നല്ല തണുപ്പാണ്. കൃഷ്ണഗിരിയിലുള്ള ജിയോയുടെ പമ്പിൽ നിർത്തിയതാണ്. ഇന്നത്തെ യാത്ര കൊച്ചിയിലോട്ടാണ്. നമ്മുടെ 390 അഡ്വഞ്ചർ എടുത്തിട്ടുള്ള ഫസ്റ്റ് ലോങ് റൈഡാണ്. ഫ്യൂൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. വാളയാർ വരെ എത്തിയാൽ സന്തോഷം. ഹൈനസ് പോലെയല്ല, ഡെഫിനറ്റ്ലി 390ക്ക് ഫ്യൂൽ റേഞ്ച് കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കൈ കൊടുത്തൊന്നുമല്ല പോകാൻ പോണത്. ഒരു 100, 110, ഇടയ്ക്കുന്ന 120 അങ്ങനെ പതുക്കെ ക്രൂസ് ചെയ്ത് പോയി നോക്കാം ആവറേജ് ബെസ്റ്റ് എത്ര കിട്ടുന്നുള്ളൂ. ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ആഴ്ചയായി. അത്യാവശ്യം ഹൈവേ റൈഡ്സ് ഒക്കെ പോകുമ്പോൾ 25, 26 ഒക്കെയാണ് ആവറേജ് കാണിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നതെന്നറിയില്ല. സൂര്യൻ ചേട്ടൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ദൂരെ. ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്. സൂര്യൻ ചേട്ടൻ മൊത്തമായിട്ട് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഈ കാണുന്ന തണുപ്പും ഇതൊക്കെ പതുക്കെ അങ്ങോട്ട് കുറയും. ഇപ്പോൾ സമയം 6:50, സമയം 7:40. മഞ്ഞ് കണ്ടോ? ഒരു 2 മിനിറ്റ് മുന്നേ റോഡ് ഒന്നും കാണാൻ വയ്യായിരുന്നു. ഞാൻ ആദ്യം കരുതിയ പുകയാണെന്നാണ്, പക്ഷെ പുകയല്ല കേട്ടോ, മഞ്ഞാണ്. അവിടെ നേരെ നോക്കിയാൽ ഒരു ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. നേരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മഞ്ഞിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത്. സമയം നോക്കാം, സമയം 7:40. ഇത് ഓടിക്കുന്ന ചേട്ടന്മാരെ ഞാൻ സമ്മതിച്ചു. അവർക്ക് ആകെ എത്ര സ്പീഡിൽ പോകാൻ പറ്റും. ബാക്കി അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടി കൂടെ ഉണ്ടാവും. രാത്രി എപ്പോഴും കാണാം ഇതേപോലെ പോകുന്നത്. ഞാൻ അവരുടെ ആ സ്കില്ലും ആ പേഷ്യൻസും ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കണം. വേറെ ഒരെണ്ണം നിർത്തിയിട്ടിരിക്കണം. എനിക്ക് ഇവർക്കൊക്കെ പോകാനൊരു സമയമുണ്ടെന്നുണ്ട്. ഡേ ടൈം ഒന്നും പോകാൻ അലൗഡ് ആയിരിക്കില്ല പ്രോബ്ലി. കാരണം ഇവർക്ക് പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് പോകും. ഞാൻ കൂടുതൽ ഇവരെ കണ്ടിട്ടുള്ള രാത്രിയാണ് പോകുന്നത്. വിൻമില്ല് കാണുമ്പോൾ പോലും എനിക്ക് തോന്നിയിട്ട് എൻ്റെ ലീഫിനൊക്കെ ഇത്ര നീളമുണ്ടെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 hour 30 minutes കഴിഞ്ഞു. 132 kilometers കവർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മൈലേജ് കാണിക്കുന്നത് 29.7 ആണ്. ഞാനൊരു 100, 110 ഇടയ്ക്കൊന്ന് 120 പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. 29.7 നോട്ട് ബാഡ്. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റോഡിലോട്ട് കയറാണ്. റോഡിന് എന്തോ പണി നടക്കുന്നതന്നെ. എക്സിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക പമ്പിൻ്റെ അവിടെ. 132 kilometers ഓടിയപ്പോഴേക്കും ഫ്യൂവലിൻ്റെ ഒരു ബാർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത 100 kilometers കഴിയുമ്പോഴേക്കും എത്ര ബാർ കുറയുന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡാണ് 390 അഡ്വഞ്ചർ എടുത്തിട്ട്. അപ്പോൾ കുറേ കാര്യം അറിയാനും പഠിക്കാനൊക്കെ ഉണ്ട്. സമയം രാവിലെ 10 മണി. നമ്മൾ ഈറോഡ് എത്തിയപ്പോഴേക്കും ചെറിയ ക്ഷീണം വന്നപ്പോൾ ഞാനൊന്ന് ബ്ലാക്ക് കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ചിത്തോട് ഫിൽറ്റർ കോഫി. ഈ കടയിലാണ് ഞാൻ നിർത്തിയത്. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ തിരിച്ച് വിടുകയാണ്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 216 kilometers ഓടിയിട്ടുണ്ട്. ആവറേജ് മൈലേജ് കാണിക്കുന്നത് 30 km/ലിറ്റർ ആണ്. ഓൾമോസ്റ്റ് 4 ബാർ ഇറങ്ങിയിട്ടുണ്ട്. ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നത് 220 ആണ്. എനിക്കറിയില്ല, ഈ വീഡിയോ കാണുന്നതിൽ ഈ ജനറേഷൻ 390 യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എൻ്റെ അകത്ത് ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നത് 220 ആണ്. എത്ര ഓടുമായിരിക്കും? ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 128 kilometers ആണ് വാളയാറിലേക്ക് കാണിക്കുന്നത്. അതെത്തണം എന്നാണ് എൻ്റെ ഒരു അനുമാനം. ലെറ്റ്സ് സീ. ചൂട് ചെറിയ രീതിക്ക് കയറി വരുന്നുണ്ട്. ഒരു 6000 RPM ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഫുഡ് പെക്സിലേക്ക് അറിയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അനോയിങ് വൈബ്രേഷൻ അല്ല കേട്ടോ. ഹൈനസ് വെച്ച് നോക്കുമ്പോൾ ഒരു 6000 RPM ഒക്കെ കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ ഫുഡ് പെക്സിലേക്ക് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ LNT റോഡ് കഴിഞ്ഞു. നമ്മൾ വാളയാർ കയറുകയാണ്. റിസർവായി. ഈ ഓടിയിരിക്കുന്നത് 330 kilometers ആണ്. ഇവിടെ അടുത്തൊരു ജിയോ BP പമ്പുണ്ട്. ഞാൻ കുറച്ച് കാലമായിട്ട് ജിയോ ഒന്ന് മാത്രമാണ് പെട്രോൾ അടിക്കാറുള്ളത്. അതിപ്പോൾ എൻ്റെ കാറിനായാലും ബൈക്കിനാണെങ്കിലും. അതും കൂടാതെ ഇപ്പോൾ ജിയോ BPയിൽ MRPയിൽ നിന്ന് 2 rupees ഓഫ് ഉണ്ട്. ഇവിടെ എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല. കേരളത്തിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു 103, 104 സംതിങ് ആവുന്നു. അപ്പോൾ അടുത്ത ജിയോ BP പമ്പിൽ നിർത്തിയിട്ട് ഫുൾ ടാങ്ക് അടിക്കണം. അങ്ങനെ നമ്മൾ ജിയോ BPയുടെ പമ്പ് എത്തി. ഇതേ കണ്ടോ, മെഗാ സേവിങ്സ്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെ 2 rupees ഓഫ് ഓൺ MRP. ഇപ്പോൾ നമ്മൾ കേരളം കയറിയോ തമിഴ്നാട് തന്നെയാണോ എന്നുള്ളത് നോക്കട്ടെ. കണ്ടിട്ട് തമിഴ്നാട് പോലെ തന്നെയുണ്ട്. അതെ, 99 rupees/ലിറ്റർ കലക്കി. അപ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ വിടുന്ന. അങ്ങനെ നമ്മൾ ജിയോന്ന് ഫുൾ ടാങ്ക് അടിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ അടയാർ ആനന്ദഭവനും KFC വരുന്ന കോംപ്ലക്സിൽ നിർത്തി 3 ഇഡ്ഡലിയും കഴിച്ചു. ഒരു ലൈം ജ്യൂസും കുടിച്ചു. സമയം 12 മണി. ചൂട് അത്യാവശ്യം നല്ലപോലെ കയറുന്നുണ്ട്. പിന്നെ നാട്ടിൽ പൊതുവേ ചൂട് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞും കേട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം ഭയങ്കര മഴ പെയ്തു. ആ മഴ പിന്നെ പെയ്തിട്ടേ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പാലക്കാട്, കുതിരാൻ, തൃശ്ശൂർ, പിന്നെ കൊച്ചി. അങ്ങനെ നമ്മൾ കുതിരാനെത്തി. എനിക്ക് എപ്പോഴും വാളയാർന്ന് വന്നു കഴിഞ്ഞാൽ കുതിരാൻ ഒട്ടും എത്താത്ത പോലെ തോന്നും. എസ്പെഷ്യലി പകലൊക്കെ വരുമ്പോൾ. ചൂടടിച്ച് കയറുമ്പോഴേ ആകെ വയ്യാണ്ടായി പോകും.
ഞാൻ സത്യം പറഞ്ഞാൽ കുറേയായി പകൽ സമയത്ത് നാട്ടിലോട്ട് വണ്ടി ഓടിച്ച് വന്നിട്ട്. ഞാൻ കൂടുതലും ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3-3:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ഒരു 12 മണി 1 മണി രാത്രി എത്തുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ കാലം കൂടിയപ്പോൾ പകൽ ഞാൻ യാത്ര ചെയ്യണത് വയ്യാണ്ടായിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്ക് വെളുപ്പിന് ഇറങ്ങണം എന്ന് കരുതിയതാണ്. പക്ഷേ ആസ് യൂഷ്വൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ വൈകി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3-3.5 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ 4:30 എണീറ്റു. ഒരു 5-5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കൃഷ്ണഗിരിയിലേക്ക് വന്ന ഒരു 6 മണിയായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. സമയം 1:20. നമ്മൾ തൃശ്ശൂർ പാലിയേക്കര ടോളെത്തിയിരിക്കുകയാണ്. ചൂട് ഒരു രക്ഷയില്ല. കണ്ണിൽ നിന്നൊക്കെ പുക വന്നു തുടങ്ങി. അമ്മാതിരി ചൂട്. ഇനി ഇവിടെ നിന്ന് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours എടുക്കും ഡിപ്പെൻഡിങ് ഓൺ ട്രാഫിക് വീടെത്താനായിട്ട്. ചൂട് എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല. അങ്ങനെ വാളയാറിന് നമ്മൾ നേരെ പിടിച്ച് കൊച്ചി എത്തി. ഞാൻ ബ്രേക്കിന് വേണ്ടി എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. വാളയാറിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് നേരെ വെച്ച് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിനുള്ളിൽ വാളയാറിന് കൊച്ചി എത്തി. കൊച്ചിയിലെ ട്രാഫിക് ഇപ്പോൾ വന്ന് വളരെ മോശമായിട്ടുണ്ട്. അങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. പാലക്കാട് ചൂട് കയറിയപ്പോൾ ഞാനാകെ വയ്യാണ്ട് കുഴഞ്ഞു പോയി. എനിക്ക് വിചാരിച്ച സ്പീഡ് കോപ്പപ്പ് ചെയ്ത് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ 7 മണിക്കൂറിലെത്തേണ്ടതാണ്. ഈ ഒരു വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ 390 അഡ്വഞ്ചറായിട്ട് ആദ്യത്തെ ലോങ് അതും കൊച്ചിയിലേക്ക് വന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് എഴുതി അറിയിക്കാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.